അങ്ങനെ ഖലീഫ എന്നുള്ള സിനിമ ഇറങ്ങി. ഈ ഒരു സിനിമയെ പറ്റി മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഈ ഒരു പടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 90s അല്ലെങ്കിൽ 80s മലയാളത്തിൽ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടല്ലോ. പഴയ ഒത്തിരി ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഇങ്ങനെ നല്ല പഞ്ച് ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു നാട്ടുപ്രമാണിയായിട്ടുള്ള ഒരു നായകനെയൊക്കെ കൊണ്ടുവരുന്ന ആ മോഡലായിട്ടുള്ള കുറേ പടങ്ങളുണ്ടല്ലോ. ആ ഒരു പടങ്ങളുടെയൊക്കെ ശരി കോപ്പിയാണ് ഈ ഒരു പടം. ഈ ഒരു പടം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലെ നായകൻ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ, പക്ഷെ പിന്നീട് പുള്ളിയെ ഒരു ഡോൺ ആവാൻ വേണ്ടിയിട്ടുള്ള പുള്ളിയുടെ ഒരു യാത്ര, എന്തൊക്കെ കാരണങ്ങളാണ് പുള്ളീനെ അങ്ങനെ ആക്കുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ച് പോകുന്ന പരിപാടിയാണ് ഈ ഒരു പടം ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ എന്ന് വെച്ച് അങ്ങനെ കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പടമൊന്നുമല്ല. രസമായിട്ടാണ് അത്യാവശ്യം പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പടം കണ്ടുകൊണ്ടിരുന്നപ്പോഴും തുടക്കമൊന്നും വലിയ കുഴപ്പമില്ലാതെ തന്നെയാണ് പോയത്. ഫൈറ്റ് സീക്വൻസുകൾ, എസ്പെഷ്യലി ഈ ഒരു പടത്തിൻ്റെ മേക്കിംഗ് ആണ് ഈ ഒരു പടം ബെറ്റർ ആക്കാനുള്ള അല്ലെങ്കിൽ ആവാനുള്ള ഒരു പ്രധാന കാരണം എന്ന് എനിക്ക് തോന്നി. മേക്കിംഗ് വൈസ് സെറ്റായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിലും അടിപിടി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ വൈശാഖ അതിൻ്റെ അകത്ത് വർക്കൗട്ട് ചെയ്ത പോലെ തോന്നി. ചില ഏരിയകളിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്പം കൂടി ബെറ്റർ ആവുമായിരുന്നു എന്ന് തോന്നി. ഇതിൽ തന്നെ പൃഥ്വിരാജിൻ്റെയൊക്കെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് മഴയത്ത് കിടന്നിട്ടുള്ള, അവിടെയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. അതൊന്നും പോരാ. ഐ മീൻ പൃഥ്വിരാജിൻ്റെ ആ ഒരു സാഗിലും ആക്ഷൻ ആ ഒരു സംഗതിക്കൊന്നും ഒരു പഞ്ചില്ലാത്ത പോലെ പലയിടങ്ങളിലും ഫീൽ ചെയ്തു അത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തുകൊണ്ട്. അതാണ് പ്രധാനമായിട്ടൊരു ഡ്രോബാക്ക് ആയിട്ട് ഈ പടത്തിലത് ചിലയിടങ്ങളിലും തോന്നിയത്. അതുപോലെ തന്നെ ചില ഡയലോഗുകൾ ഇതിനകത്ത്, ഇന്ദ്രൻസ് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഇവരെല്ലാവരും കൂടെ കാറിൽ കയറിയിരിക്കുമ്പോൾ ആ ഒരു ഡയലോഗിന് റിപ്ലൈ ആയിട്ട് പൃഥ്വിരാജിൻ്റെ ഫ്രണ്ട് ഒരു ഡയലോഗ് പറയും. ആ ഒരു ഡയലോഗ് എക്സാക്ട്ലി ഇതാണ്. ഈ ഒരു പഴയ ഫീൽഡ് ഔട്ട് ആയിട്ടുള്ള ആളുകളുടെ വാക്കൊക്കെ കേട്ടിട്ടാണോ എന്തെങ്കിലും കാര്യത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ഡയലോഗ്. ആ ഒരു ഡയലോഗ് ഇങ്ങനെ പറഞ്ഞതിനല്ല, പക്ഷേ നമ്മളൊരു ഹൈപ്പ് കയറി ഒരു എനർജിയിൽ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ഡയലോഗ് പറയുന്നത്. അപ്പം ശരിക്കും പറയാം നമ്മൾ ഡിസെൻഗേജ് ആവുകയാണ് ആ ഒരു ഹൈപ്പിൽ നിന്ന്. അതുവരെ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ഹൈപ്പെല്ലാം മാറിയിട്ട് ഇത് ചുമ്മാ വെറുതെ ഒരു കോമഡി എന്നുള്ള രീതിയിലേക്കായി സംഭവം, സിറ്റുവേഷൻ മാറുവാണ്. അങ്ങനെയുള്ള ചില ഡയലോഗുകളെല്ലാം വളരെ അപ്രസക്തമായിട്ടുള്ള രീതി, ഒരാവശ്യമില്ലാത്ത അൺനെസറി സംഭവമാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നി പലയിടങ്ങളിലും. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഈ പടത്തിനകത്ത് എനിക്ക് ഡ്രോബാക്ക് ആയിട്ട് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. എനിക്ക് ഒട്ടും തന്നെ താല്പര്യം തോന്നാത്തൊരു കാര്യം, സംഭവം വേറെ ഒന്നുമല്ല, അത് മോഹൻലാലിൻ്റെ ക്യാമിയോ തന്നെയാണ്. ഈ ഒരു ക്യാമിയോയിൽ ഒത്തിരി അപാകതകൾ സംഭവിച്ച പോലെ എനിക്ക് പേഴ്സണലി തോന്നി. അതിൽ തന്നെ ഈ ഒരു പടത്തിൻ്റെ അകത്ത് ആ ഒരു ക്ലൈമാക്സിലെന്നല്ല, ഈ ഒരു പടത്തിൻ്റെ അകത്ത് ആ ഒരു ഭാഗത്ത് മോഹൻലാൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വന്ന ഒരു സെറ്റിങ് ഞാൻ ഒട്ടും ശരിയായിട്ടില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണത്. ആ ഒരു സെറ്റിംഗ് ഒക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആക്കായിരുന്നു. ആ ഒരു നല്ലൊരു പഞ്ചുള്ള ഒരു സെറ്റിങ്ങിൽ, ഒരു ഏരിയയിൽ, ഒരു ലൊക്കേഷനിൽ നല്ലൊരു ലൊക്കേഷനെങ്കിലും പിടിച്ചിരുന്നെങ്കിൽ അതിൻ്റെ മീറ്റർ ഒരുപാട് ഹൈ ആയനെ. അങ്ങനെയൊന്നും ചെയ്തില്ല. അതുപോലെ തന്നെ അപ്പിയറൻസ് ആണെന്നുണ്ടെങ്കിലും ഒന്നും വേണ്ട, ഒന്ന് രണ്ട് നല്ല ഡയലോഗുകൾ ഇട്ടാൽ പോലും ആ ഒരു ഗ്രാഫ് പൊങ്ങിയനെ. നല്ല രീതിയിൽ ഒരുപാട് കയ്യടികൾക്കുള്ള ഒരു ഗ്യാപ്പുള്ള ഒരു സാധനമായിരുന്നു അത്. കാരണം പടം ത്രൂ ഔട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹൈപ്പ് കയറ്റിയിട്ടാണ് വെച്ചിരിക്കുന്നത്. മോഹൻലാൽ ഇതിൻ്റെ അകത്തൊരു ഇൻവിസിബിൾ ക്യാരക്ടറാണ്. ഒരിടത്തും പരിപാടിയിൽ മോഹൻലാൽ മുഖം കാണിക്കുന്നില്ലെങ്കിൽ പോലും മോഹൻലാൽ നല്ല ഹൈപ്പുണ്ട് ഈ ഒരു പടത്തിൻ്റെ അകത്ത്. പക്ഷെ ആ ഒരു ഹൈപ്പ് ഉപയോഗിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അവർക്ക് നല്ല രീതിയിൽ. കൈയടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കൈയടിക്കത്തക്ക രീതിയിലുള്ള ഭാഗങ്ങളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ജസ്റ്റ് കണ്ടിരിക്കബിൾ ആയിട്ടുള്ള രംഗങ്ങൾ മാത്രമേ ക്യാമിയോ എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളൂ. അത്ര ഹെവി ആയിട്ടുള്ള അപ്പിയറൻസിലോ അല്ലെങ്കിൽ ഡയലോഗിലോ ഒന്നും തന്നെ ക്യാമിയോ എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു സാധനമൊന്നും ഇതിൻ്റെ അകത്ത് പേഴ്സണലി കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള ആളുകൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സൗബിൻ്റെ ക്യാരക്ടർ, ടൊവിനോയുടെ ക്യാരക്ടർ, ഈ ക്യാരക്ടേഴ്സൊന്നും തന്നെ ഈ ഒരു പടത്തിൽ വെക്കേണ്ട ഒരു തരത്തിലുള്ള കാര്യമില്ലായിരുന്നു. ഇത് ഭയങ്കര അൺവാണ്ടഡ് ആയിട്ട് പേഴ്സണലി തോന്നി. കാരണം നമ്മൾ ആ ഒരു പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിലും മോഹൻലാലിൻ്റെ ക്യാരക്ടറിലൊക്കെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങളൊക്കെ വന്ന് വെറുതെ സംഭവം ഡൈവേർട്ട് ചെയ്ത് കളഞ്ഞു. നമ്മുടെ ആ ഒരു തോട്ട് പ്രോസസ്സ് തന്നെ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇതൊക്കെ വളരെ അൺവാണ്ടഡ് ആയിട്ട് തന്നെ തോന്നി. പിന്നെ കുറേ കാര്യങ്ങൾ, ചില സീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും വൈശാഖിൻ്റെ മുമ്പ് കണ്ടിട്ടുള്ള സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള സീനുകൾ തന്നെയാണ്. ഇതിൽ പൃഥ്വിരാജ് മുഖം വാഷ് ചെയ്യുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ മുമ്പ് നമ്മൾ പുലിമുരുകനിൽ
വൈശാഖിൻ്റെ തന്നെ പുലിമുരുകനിൽ കണ്ടിട്ടുള്ള സീനുകളൊക്കെയാണ്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം പൃഥ്വിരാജിൻ്റെ കുറേ കാര്യങ്ങളാണ്. പൃഥ്വിരാജിൻ്റെ കുറേ സ്വാഗ്, ഇമാതിരി ദുബായിലൂടെയുള്ള നടത്തം, പുള്ളിയുടെ ആ ഒരു ആക്ഷൻ പരിപാടികൾ, ആ കാര്യങ്ങളെല്ലാം മുമ്പ് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം പുള്ളി ആ ഒരു നല്ല ഷർട്ടൊക്കെ ഇട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുമ്പോഴെങ്കിൽ അപ്പോൾ നമുക്ക് ശരിക്കും പുള്ളി ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ഇൻ പേഴ്സണൽ. പുള്ളിയുടെ സ്വകാര്യ ജീവിതത്തിൽ നമുക്കറിയാം പുള്ളി ലംബോർഗിനി ഓടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹൈ ക്ലാസ് റിച്ച് ലൈഫ് ജീവിക്കുന്ന ഒരാളാണെന്നുള്ളത് ഒരു മലയാളി ഓഡിയൻസ് അല്ലെങ്കിൽ ജനറൽ ഓഡിയൻസ് എന്നുള്ള നിലയിൽ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ കൂടെ പുള്ളിയുടെ സിനിമയിൽ ഇങ്ങനെ ഇത് കാണിക്കുമ്പോൾ ശരിക്കും ഇത് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ സിങ്ക് ആവുന്നുണ്ട്. കാരണം സ്വകാര്യമായിട്ടുള്ള ജീവിതത്തിലെ പുള്ളി എങ്ങനെയാണെന്ന് നമുക്കറിയാം, അതും പുള്ളിയുടെ ഇതിൻ്റെ അകത്ത് റോളുമായിട്ട് ഭയങ്കരമായിട്ട് പക്ക കോപ്പാവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് ഈ ഒരു സിനിമയിൽ നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്. കാരണം വേറെ ഏതൊരു നടൻ വന്നിട്ട് ഈ ഒരു ക്യാരക്ടറെ കാണിച്ചാലെങ്കിലും നമുക്ക് അത്രയും കൺവിൻസിങ് ആവില്ല. പക്ഷെ പൃഥ്വിരാജിന് നല്ല ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഒരു റോള് തന്നെയാണിത്. പൃഥ്വിരാജ് ചെയ്യുമ്പോഴും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഖലീഫ ഈസ് പൃഥ്വിരാജ് എന്നുള്ളത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സുകൊണ്ട് 100% പറ്റുന്നുണ്ട്. പുള്ളിയുടെ ഡ്രസ്സിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ചില ഇടങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും കല്യാൺ സിൽക്സിൻ്റെ അംബാസിഡറായിട്ട് പക്ക പുള്ളി മാറുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മാതിരി പുള്ളിയുടെ ഡ്രസ്സിങ് പരിപാടികൾ, അപ്പിയറൻസ്, സെറ്റേർ സാധനങ്ങളെല്ലാം സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഈ പടത്തിൽ ത്രൂ ഔട്ട് വരുന്നുണ്ട്. പുള്ളിയുടെ തന്നെ സ്ലോ മോഷൻ പരിപാടികൾ ഒത്തിരി ഉണ്ട്. സ്റ്റിൽ കട്ടൗട്ടുകൾ ഇഷ്ടം പോലെ നല്ല രീതിയിൽ തന്നെ കുത്തിനിറച്ചിട്ടാണ് പടം ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം തൊട്ട് അവസാനം വരെ മാതിരി പരിപാടികൾ കുറേ ഉണ്ട്. എനിവേസ് പൃഥ്വിരാജിൻ്റെ കുറേ സാധനങ്ങളൊക്കെ സെറ്റായെങ്കിലും മറ്റു പല കഥാപാത്രങ്ങളുടെ കാര്യങ്ങൾ ഡ്രോബാക്ക് ആയ പോലെയാണ് തോന്നിയത്. പിന്നെ നല്ല ശ്രദ്ധേയമായിട്ടുള്ള ചില കഥാപാത്രങ്ങളുണ്ട് ഡെഫിനറ്റ്ലി. ഇതിൻ്റെ അകത്ത് ഇന്ദ്രൻസ്, പറഞ്ഞ രഞ്ജിക്ക് പണിക്കർ, അവർക്ക് കൊടുത്തിട്ടുള്ള സാധനങ്ങളെല്ലാം അവർ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബട്ട് ഓൾ ത്രൂ ഔട്ട് ഈ ഒരു പടത്തിൻ്റെ അകത്ത് എനിക്ക് ഡ്രോബാക്ക് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ പറഞ്ഞ ക്യാമിയോയോ, ചില ബാക്ക്ഗ്രൗണ്ട് സ്കോറുള്ള സംഭവങ്ങൾ, ചില ഡയലോഗുകൾ, അങ്ങനെ കുറേ പരിപാടികളൊക്കെയാണ് മെയിനായിട്ടും പ്രശ്നമായിട്ട് തോന്നിയത്. പിന്നെ ഈ ഒരു സിനിമ എല്ലാവർക്കും വർക്കൗട്ട് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ഈ ഒരു പടത്തിൻ്റെ രീതി എങ്ങനെയാണ്, ചിലർക്ക് ഭയങ്കര ക്ലീശയായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. കാരണം ഒത്തിരി 100-200 പടങ്ങളൊക്കെ ഈ കാറ്റഗറിയിൽ തന്നെ കണ്ടിട്ടുള്ള ഒരാൾ അതിൽ 201ാമതായിട്ട് ഈ ഒരു പടം കാണാൻ പോകുമ്പോൾ സ്വാഭാവികമായി അയാൾക്ക് തോന്നും, ഞാൻ എത്ര തവണ ഈ ഒരു പടം കണ്ടിട്ടുള്ളതാണ്, ക്രിഞ്ച് പരിപാടി സ്ഥിരം ക്ലീശയാണല്ലോ എന്ന് അയാൾ ഒരു പക്ഷെ ചിന്തിക്കാം. എനിവേസ് നമുക്കൊരു വൺ ടൈം വാച്ചിനുള്ള പടം തന്നെ ഉണ്ട്. ഡെഫിനറ്റ്ലി മോശം പടമൊന്നുമല്ല, കണ്ടിരിക്കാം. അങ്ങനെ വെറുപ്പിക്കുന്ന പരിപാടികളൊന്നുമില്ല. വർത്ത് വാച്ച് ആയിട്ടുള്ള പടമാണ്. പിന്നെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്നുള്ളത് സ്റ്റിൽ അതൊരു ട്രൂത്ത് തന്നെയാണ്. ഇതൊക്കെയാണ് ഈ ഒരു പടത്തിൻ്റെ ഒരു അവസ്ഥ.